സെവൻത് സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 73 കണക്ക്. ഒന്നാമത്തെ കണക്ക്, ഒരു സമപഞ്ചഭുജത്തിൻ്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 2.35 ആണ്. പഞ്ചഭുജം 5 വശങ്ങൾ. അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്നത് 5 വശങ്ങളുടെയും നീളം കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 2.35 ഗുണിക്കണം 5 വശങ്ങളാണല്ലോ. അപ്പോൾ 2.35 ഗുണിക്കണം 5. 5 25 5, 2 ബാക്കി 5 5 2 17 7, 1 ബാക്കി 5 10 1 11. ഇനി പോയിന്റ് ചേർത്ത് കൊടുക്കേണ്ട എവിടെയാണ്? 2 സ്ഥാനം. അപ്പം ഇവിടെയാണ് പോയിന്റ് ചേർക്കേണ്ടത്. 11.75. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തുണി വേണം. 4 ഷർട്ടിന് എത്ര മീറ്റർ തുണി വേണം? ഒരു ഷർട്ടിന് 1.45 മീറ്റർ. 4 ഷർട്ടിന് 1.45 ഗുണിക്കണം 4. 1.45 ഗുണിക്കണം 4. 4 5 20 0, 2 ബാക്കി 4 4 16, 2 18, 1 ബാക്കി 1 4 4 1 5. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് എടുക്കണം. ഇവിടെ പോയിന്റ് 5.80 മീറ്റർ. മൂന്നാമത്തെ കണക്ക്, ഒരു സഞ്ചിയിൽ 4.75 കിലോഗ്രാം അരി നിറക്കാം. ഇത്തരം 8 സഞ്ചികളിൽ ആകെ എത്ര കിലോഗ്രാം അരി നിറക്കാം? ഒരു സഞ്ചിയിൽ 4.75. 8 സഞ്ചികളിലാകുമ്പോൾ 4.75 ഗുണിക്കണം 8. 4.75 ഗുണിക്കണം 8. 8 5 40 0, 4 ബാക്കി 7 8 56, 4 60 0, 6 ബാക്കി 4 8 32, 6 38. പോയിന്റ് 2 സ്ഥാനം കഴിഞ്ഞിട്ട് ഇവിടെ 38 കിലോഗ്രാം. 38 കിലോഗ്രാം അരി നിറക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിൽ 0.75 ലിറ്റർ കൊള്ളും. പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു? 6 കുപ്പികളിലാണ് നിറച്ചത്. ഒരു കുപ്പിയിൽ 0.75. അപ്പോൾ 0.75 ഗുണിക്കണം 6. 0.75 ഗുണിക്കണം 6. 6 5 30 0, 3 ബാക്കി 7 6 42, 3 45. അപ്പോൾ പോയിന്റ് എവിടെയാണ്? 2 സ്ഥാനം. അപ്പം 4.50 ലിറ്റർ. 4.50 ലിറ്റർ.